ഹലോ ഡിയാസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ. റിമാമിസ് ആണ്. യെസ്, നമ്മുടെ ക്ലോത്തിങ് ത്രൂ ദ ഏജസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ, ചേഞ്ചസ് ബ്രോട്ട് ബൈ ദ യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സ്. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണ രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? നമുക്കറിയാം, ഈ പവർലൂം പോലുള്ള എന്താണ് മെഷീൻസ് ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അല്ലേ. ഈ മെഷീൻസ് ഒക്കെ വന്നതിന് ശേഷം വസ്ത്രനിർമ്മാണ രംഗത്ത് എന്താണ് ഈ മനുഷ്യരുടെ അധ്വാന ഭാരത്തിലൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? യെസ്, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ്, അഥവാ വസ്ത്ര ഉൽപാദനത്തിൽ എന്താണ് വർധനവുണ്ടായി. റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ, മനുഷ്യരുടെ അധ്വാന ഭാരത്തിൽ അല്ലെ. ഹ്യൂമൻ ലേബർ, മനുഷ്യരുടെ അധ്വാന ഭാരത്തിൽ എന്ത് സംഭവിച്ചു? കുറവ് സംഭവിച്ചു. ദെൻ ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്, വസ്ത്രങ്ങളിലെ വൈവിധ്യം അല്ലെ. വൈവിധ്യങ്ങളായിട്ടുള്ള ഡൈവേഴ്സിബിൾ ആയിട്ടുള്ള എന്താണ് ക്ലോത്ത്സ് ഒക്കെ വന്നു. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തിങ് കിട്ടി. വസ്ത്രങ്ങളുടെ വ്യാപനം, സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്, ഇതൊക്കെ എന്താണ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മെഷീൻസ് ഒക്കെ വന്നതിന് ശേഷം വസ്ത്രനിർമ്മാണ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മേജർ ഹാൻഡ്ലൂം സെന്റേഴ്സ് ഇൻ കേരള? കേരളത്തിലെ പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് നോക്കിയാലോ? യെസ്, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം ഉണ്ട്. അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളിയിലുണ്ട്. ദെൻ കണ്ണൂർ. ഇവിടങ്ങളിലായിട്ടാണ് എന്താ മേജർ ഹാൻഡ്ലൂം സെന്റേഴ്സ് ഉള്ളത്. ഓക്കെ, ഇവിടെയൊക്കെയാണ് എന്ത് പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങൾ. എവിടെയൊക്കെയാണ്? ബാലരാമപുരം അല്ലെ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം. തൃശ്ശൂർ ജില്ലയിൽ എന്താണ്? കുത്താമ്പുള്ളി. ദെൻ കണ്ണൂർ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നെക്സ്റ്റ്, ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. നമ്മളെ വസ്ത്ര നിർമ്മാണ രംഗത്ത് യൂസ് ചെയ്യുന്ന നാരുകൾ ഏതെല്ലാമാണ്? നമുക്കറിയാം, നാച്ചുറൽ ഫൈബേഴ്സും ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സും ഉണ്ട്. അഥവാ പ്രകൃതിദത്ത നാരുകളും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കൃത്രിമ നാരുകളും ഉണ്ട്. രണ്ട് തരത്തിലുണ്ട്. അപ്പൊ അതില് നാച്ചുറൽ ഫൈബേഴ്സിൽ എന്തൊക്കെയാ വരുന്നത് നോക്കിയാലോ? സിൽക്ക് വേംസ്, അഥവാ പട്ടുനൂൽ പുഴുവ്. ഓക്കെ, ഇതാണ് പട്ടുനൂൽ പുഴു അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് സിൽക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ഫൈബർ ഉണ്ട്. അതുപോലെ നോക്കിക്കോ, നമുക്കറിയാം ഷീപ്പിൽ നിന്ന് വൂൾ, കമ്പിളി അല്ലെ. നമ്മുടെ ചെമ്മരിയാടിൽ നിന്നാണല്ലോ നമുക്ക് എന്ത് കിട്ടുന്നത്? കമ്പിളി കിട്ടുന്നത് അല്ലെ. അതിൽ നിന്നുള്ള ഫൈബേഴ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കോ ഏതൊക്കെയാണ്? എന്തൊക്കെയാണ് നോക്കിക്കോ. പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ട് കിട്ടുന്നുണ്ട്. ഷീപ്പിൽ നിന്ന് വൂൾ അല്ലെ, കമ്പിളി കിട്ടുന്നുണ്ട്. അതുപോലെ നോക്കിക്കോ, പ്ലാന്റ്സിൽ നിന്നാണെങ്കിൽ എന്താണ്? ജൂട്ട് പ്ലാന്റ്സിൽ നിന്ന് ജൂട്ട് കിട്ടുന്നു. കോട്ടൺ പ്ലാന്റ്സിൽ നിന്ന് കോട്ടൺ, അഥവാ എന്ത് കിട്ടുന്നു? പരുത്തി അല്ലെ. പരുത്തി ചെടിയിൽ നിന്ന് പരുത്തി കിട്ടുന്നു. ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ഫൈബേഴ്സ് ആണ്. ഓക്കെ, നാച്ചുറൽ അഥവാ പ്രകൃതിദത്ത നാരുകളിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? സിൽക്ക് വേംസ് അല്ലെ, അതായത് പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ട് കിട്ടുന്നു. ഷീപ്പിൽ നിന്ന് വൂള് കിട്ടുന്നു. അതുപോലെ കോട്ടൺ പ്ലാന്റ്സിൽ നിന്ന് കോട്ടൺ കിട്ടുന്നു. ജൂട്ട് പ്ലാന്റ്സിൽ നിന്ന് ജൂട്ട് കിട്ടുന്നു. ഇതൊക്കെ നാച്ചുറൽ ഫൈബേഴ്സ് ആണ്. ഓക്കെ, പ്രകൃതിദത്ത നാരുകളാണ്. അതുപോലെ സിന്തറ്റിക് ഫൈബേഴ്സിൽ വരുന്നതാണ് പോളിസ്റ്റർ, നൈലോൺ, റയോൺ, മൊഡാൽസ്. ഇതൊക്കെ എന്താണ്? സിന്തറ്റിക് അല്ലെ, സിന്തറ്റിക് ഫൈബേഴ്സിൽ വരുന്ന. അപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫൈബേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നാച്ചുറൽ ഫൈബേഴ്സ്, സിന്തറ്റിക് ഫൈബേഴ്സ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോട്ടോ. ഓക്കെ, അതുപോലെ എന്താണ് എവിടെയൊക്കെയാണ് മേജർ ഹാൻഡ്ലൂം സെന്റേഴ്സ് ഉള്ളതെന്നും കൂടി എൻ്റെ കുട്ടികൾ എന്താണ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ദെൻ മെഷീൻസ് കണ്ടുപിടിച്ചപ്പോൾ ക്ലോത്ത് മാനുഫാക്ചറിംഗ് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതുപോലെ മക്കളെ, നമ്മൾ എന്താണ് നമ്മുടെ എക്സാം എടുത്തു. ഇനി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാം ഇതൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനൊക്കെ എന്താണ് നമ്മുടെ പൃഥ്വി ബാച്ചിന്റെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ കേട്ടോ. ആ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ മക്കളെ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ബൈ.